ലോകത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയ ഡ്രഗ് ലോഡായിരുന്ന പാബ്ലോ എസ്കോബാർ വളർത്തിയ ആ ഒരു 4 ഭീകര മുതലകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തന്റെ പ്രൈവറ്റ് സൂവിൽ ആ ഒരു മനുഷ്യൻ 4 മുതലകളെ വളർത്തിയിരുന്നു. അതൊരു വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, തന്റെ എതിരാളികളെ ടോർച്ചർ ചെയ്തു കൊല്ലാൻ അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നു. പാബ്ലോ എസ്കോബാർ എത്ര വലിയ സൈക്കോ ആണെന്നും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞാൽ വളരെ ഭീകരമായി തങ്ങൾ മരണപ്പെടുമെന്നും എതിരാളികൾ മനസ്സിലാക്കിയത് ഈ ഒരു മുതലകളെ കുറിച്ച് കേട്ടിട്ടായിരുന്നു. അതെ, തന്നെ ചതിച്ചവരെയെല്ലാം ആ ഒരു മുതലക്കുളത്തിലേക്ക് ഇദ്ദേഹം വലിച്ചെറിഞ്ഞു. മനുഷ്യന്മാരെ മാത്രം കഴിച്ച് ആ ഒരു മുതലകള് വലിയ സൈസിൽ വളർന്നു. 15 അടിയോളമായിരുന്നു ഏകദേശം അവരുടെ നീളം. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ഗ്രേറ്റ് കാലിക്ക് പോലും വെറും 7 അടി മാത്രമേ നീളം ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാത്രമല്ല, എസ്കോബാർ തന്റെ വീട്ടില് വലിയ വലിയ പാർട്ടികൾ നടത്തിയിരുന്നു. അവിടെ വെച്ച് മുതലകൾക്ക് മനുഷ്യന്മാരെ തിന്നാൻ കൊടുക്കുന്നത് ഈ ഒരു ഗസ്റ്റുകളെ കൊണ്ട് നിർബന്ധിച്ച് അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഹിറ്റ്മാൻ ആയിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞത് ഏകദേശം 50 പേരെങ്കിലും അദ്ദേഹം ഈ ഒരു രീതിയിൽ കൊന്നുവെന്നായിരുന്നു. 1993 എസ്കോബാറിന്റെ മരണത്തിന് ശേഷം ആ ഒരു എസ്റ്റേറ്റില് ആ 4 മുതലുകൾ വളരുന്നുണ്ടെന്ന് അതോറിറ്റീസ് മനസ്സിലാക്കി. മനുഷ്യന്റെ ഇറച്ചി മാത്രം കഴിച്ചു വളർന്നിരുന്ന ആ ഒരു മുതലകൾ മനുഷ്യന്മാർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത വിധം ആക്രമണകാരികളായിരുന്നു. സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് കൊളംബിയൻ ഗവൺമെന്റ് ഇവരെ അവിടെ നിന്ന് മാറ്റിയത്. കൊളംബിയയിലെ ചില ലോക്കൽസ് ഇപ്പോഴും പറയാറുണ്ട് ആ ഒരു മുതലക്കുളങ്ങളിൽ നിന്ന് രാത്രിയിൽ ഇപ്പോഴും മനുഷ്യന്മാരുടെ കരച്ചിലുകൾ കേൾക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അത് വെറും ഒരു കഥ മാത്രമാണെങ്കിലും ഒരു കാര്യം സത്യമാണ്, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഡ്രഗ്സ് കാർട്ടൽ എക്സിക്യൂഷൻ മെത്തേഡിന്റെ ഭാഗമായിരുന്നു ഈ ഒരു മുതലകള്.